ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിക്ക് സഹപാഠികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിക്രൂര മർദ്ദനമെന്ന് രക്ഷിതാക്കൾ. മൂക്കിനേറ്റ ഇടിയിൽ കണ്ണിനും മൂക്കിനോടും ചേർന്ന ഭാഗം പൂർണ്ണമായും തകർന്നുവെന്നും ഇടി കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളെ അടക്കം ബാധിച്ചുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. തമ്പോല എന്ന ടീമിനൊപ്പം നിന്നാണ് പ്രതി ആക്രമണം നടത്തുന്നത് എന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് മോൻ പറയുന്നത് മുന്നേയും അങ്ങനെ തന്നെയാണ് ഇവൻ്റെ ക്യാരക്ടർ. അപ്പോൾ അവിടെ പിടിക്കുക, ഇവിടെ തോണ്ട്, അങ്ങനെയുള്ള ശല്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തമ്പോല ടീമിലുള്ള ആൾക്കാരാണ്, എനിക്ക് പുറത്ത് ഗ്യാങ് ഉണ്ട്, പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞൊക്കെ വല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കണക്ക് തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിയാണ്. അതുകൊണ്ട് കുട്ടികളെ ഇവരിനൊക്കെ പേടിയാണ്. കാരണം ഞാൻ വേണമെങ്കിൽ വീഡിയോ കാണിച്ചു തരാം അവൻ്റെ ഗ്യാങ്ങുകളുടെ. നമ്മുടെ മോൻ ഇവിടെ ഹോസ്പിറ്റലിൽ വേദനിച്ച് പുളഞ്ഞ് കിടക്കുമ്പോൾ അവർ ഉത്സവപ്പറമ്പുകളിൽ ആഘോഷിച്ച് നടക്കുന്ന വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഇത് ശിവരാത്രിയുടെ അന്നും കൂടെ ഉള്ളത്. MS ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, അതിക്രൂരമായിട്ടാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. മൂക്കിന്റെ പാലം തകരുന്ന ഒരു അവസ്ഥയിലേക്ക്. പ്രതിക്ക് തമ്പോല എന്ന് പറയുന്ന ഒരു ടീമിന്റെ സപ്പോർട്ട് ഉണ്ട്. അവരോടൊപ്പം നിന്നാണ് പ്രതി ആക്രമണം നടത്തിയതെന്ന് പറയുന്നത്. ആരാണ് ഈ തമ്പോല ടീം എന്ന് പറയുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. അതായത് ഈ പ്രതി കുട്ടികളോട്, അതായത് ഈ വിദ്യാർത്ഥിയെ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച മറ്റൊരു വിദ്യാർത്ഥിയുണ്ട്. ആ വിദ്യാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്ന, അതായത് അവർക്ക് ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും മറ്റുമാണ് ഈ തമ്പോല ടീം എന്ന് പറയുന്നത്. ഇവർക്ക് ഉത്സവപ്പറമ്പുകളിലൊക്കെ അവർ പരിപാടി അവതരിപ്പിക്കാനും മറ്റുമൊക്കെ പോകുന്ന ഒരു ടീമാണ്. അതായത് ഈ ഉത്സവത്തിന് നാസിക് ഡോൽ പോലുള്ള മറ്റൊരു വാദ്യോപകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ടീമാണ്. ഇവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ആക്രമണം നേരിട്ട കുട്ടിയുടെ പിതാവ് പറയുന്നത്. ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു റാഗിംഗ് ആണ്. അതിനൊപ്പം തന്നെ മറ്റ് ഗുരുതരമായി കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. പക്ഷേ കുട്ടിയുടെ മൂക്കിന്റെ പാലം അത് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിനോടൊപ്പം തന്നെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾക്കും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടി ഇപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് ഈ കുട്ടിക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ലിഷോ, ഈ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു റാഗിംഗ് അല്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലാണ് കേസെടുത്തിരിക്കുന്നതും അന്വേഷണം നടത്തുന്നു. ഒറ്റപ്പാല പോലീസാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ആക്രമിച്ച വിദ്യാർത്ഥിയുടെ കൂടെയുള്ള ഈ ഗ്യാങ്ങിനെ കുറിച്ചുമെല്ലാം തന്നെ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തലത്തിലേക്ക് കൂടി അന്വേഷണം നടക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്.